മറ്റുള്ളവരെ പറഞ്ഞു ബോധിപ്പിക്കാൻ നീ ശ്രമിച്ചതുപോലെ എന്നോട് ചെയ്യേണ്ട ചാർലി. നീ എൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിന്നെ എനിക്ക് നന്നായി അറിയാം. ആര് വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അയാൾക്ക് തൻ്റെ മകനോടുള്ള വിശ്വാസമായിരുന്നു ആ ഉറപ്പിലുണ്ടായിരുന്നത്. പപ്പയുടെ ആ വാക്കുകളിൽ തന്നോടുള്ള വിശ്വാസവും സ്നേഹവും നിറഞ്ഞത് കണ്ടപ്പോൾ ചാർലിയുടെ ഉള്ളിലെ വിഷമങ്ങൾക്ക് ഒരു അറുതി വന്നതുപോലെ അവന് തോന്നി. എല്ലാവരും തന്നെ കുറ്റക്കാരനാക്കി മാറ്റി നിർത്തിയപ്പോൾ സ്വന്തം അപ്പൻ മാത്രം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തിരിച്ചറിവ് അവന്റെ കണ്ണുകളെ വീണ്ടും ഈറനണിയിച്ചു. അവൻ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. പപ്പ. ചാർലിയുടെ ശബ്ദം ഇടറി. അവൻ പതുക്കെ പപ്പയുടെ കൈകളിൽ പിടിച്ചു. ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പപ്പ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാടാ, എനിക്കറിയാം എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ലെന്ന്. പപ്പ അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പക്ഷെ നീ എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പഴി സ്വന്തം തലയിൽ ഏറ്റെടുത്തത്? നിന്റെ മമ്മി നിന്നെ തല്ലിയിട്ടും നീ എന്തിനാ മിണ്ടാതെ നിന്നത്? എന്താ ഇതിന്റെ പിന്നിൽ നീ ഉദ്ദേശിക്കുന്നത്? അവളെ വെറുപ്പിച്ച് അനിയന്മാരുടെ മുൻപിൽ നീ സ്വയം നാണം കെട്ടു. നിന്റെ മമ്മിയുടെ മുൻപിൽ നീ ഒരു കുറ്റക്കാരനായി. പെണ്ണിന്റെ ശരീരത്തെ മദ്യത്തിന് പുറത്ത് സ്വന്തമാക്കുന്ന വെറും ഒരു വൃത്തികെട്ടവനായി. എന്തിനായിരുന്നു ഇതൊക്കെ? നീ മനസ്സിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? അയാൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ചാർലി ദീർഘമായി ശ്വാസമെടുത്ത് ചുറ്റുമൊന്ന് നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. എനിക്ക് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു പപ്പ. സ്വയം മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റക്കാരനായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് അന്നേ അറിയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അവൻ കുഞ്ഞിനെ തിരക്കി വരുമെന്ന്. അവൾക്ക് അവകാശം പറഞ്ഞ് അവളെ നേടിയെടുക്കാൻ അവൻ എന്തെങ്കിലും ശ്രമിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലക്ഷങ്ങൾ മുടക്കി ഫേക്ക് DNA ടെസ്റ്റ് അന്ന് തന്നെ എടുത്തു വെച്ചത്. കാരണം അവൻ അങ്ങനെ ഒരു ഉദ്ദേശവുമായിട്ട് വരുന്ന സമയത്ത് ഞാൻ DNA ടെസ്റ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് അവൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ, അവൻ ഒരിക്കലും അതൊന്നും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊക്കെ വെറും കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ അവന് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതിയായിരിക്കും. അതേസമയം ഞാൻ മുൻകൂട്ടി അത് ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ അവൻ അതിൽ ഒരു സംശയവും തോന്നാൻ വഴിയില്ല. ഒരുപാട് ആലോചിച്ച് തന്നെ ഞാൻ ഇത്രയും വലിയൊരു കള്ളത്തരം എല്ലാവരോടും പറഞ്ഞത്. കാരണം എൻ്റെ മുൻപിൽ ആ നിമിഷം ഞാൻ നാണം കെടുവെന്നോ മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു കുറ്റക്കാരനാകുമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. മറിച്ച് എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനെ അവന് വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. അതിന് നീ എന്താ ചെയ്തത്? പപ്പ വല്ലാത്ത ഉത്കണ്ഠയോടെ ചോദിച്ചു. ഞാൻ ഞാൻ ലാബിൽ സ്വാധീനം ചെലുത്തി. ആ DNA ടെസ്റ്റ് മാറ്റി എഴുതിച്ചു പപ്പ. ഈസു എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വരുത്തി തീർത്തു. അങ്ങനെ ചെയ്താൽ ആദത്തിന് ഇനി ഒരിക്കലും അവളെയോ കുഞ്ഞിനെയോ ചോദിച്ചു വരാൻ നിയമപരമായിട്ട് ഒരവകാശവും ഉണ്ടാവില്ല. അവൻ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. പക്ഷേ ചാർലി ഒന്ന് നിർത്തി. അവൻ്റെ ശബ്ദം വല്ലാതെ വിറച്ചുപോയി. ചാർലി, അയാൾ ദയനീയമായി വിളിച്ചു. ആ റിസൾട്ട് ഷീതുവിൻ്റെ മുൻപിൽ വിശ്വസനീയമാകണമെങ്കിൽ, ഇസു എൻ്റെ കുഞ്ഞാണെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കണമെങ്കിൽ, അന്ന് ആ രാത്രിയിൽ തെറ്റുകാരൻ ഞാനാണെന്ന് എനിക്ക് ഏറ്റുപറയേണ്ടി വരുമായിരുന്നു. ഞാൻ ചതിയനായി ജീവിച്ചാലും വേണ്ടിയില്ല പപ്പ. ആദത്തിൻ്റെ നിഴൽ പോലും ഇനി എൻ്റെ പെണ്ണിൻ്റെയോ കുഞ്ഞിൻ്റെയോ മേൽ പതിക്കരുത്. അതിനാ ഞാൻ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞത്. അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അയാളുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. സ്വന്തം പ്രണയത്തെയും പെണ്ണിനെയും ജന്മം കൊണ്ട് അവൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെയും സംരക്ഷിക്കുവാനും വിട്ടുകൊടുക്കാതിരിക്കാനും വേണ്ടി സ്വന്തം വിലയും അന്തസ്സും കളഞ്ഞ് ഒരു ചതിയന്റെ വേഷം കിട്ടാൻ തയ്യാറായ മകനെ ഓർത്ത് ആ ഒപ്പന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പപ്പ ചാർലിയെ വലിച്ചടുപ്പിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോനെ. പപ്പയുടെ ശബ്ദം ഇടറിപ്പോയി. അവന്റെ കണ്ണുകളും ആ നിമിഷം ചുവന്നിരുന്നു. ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ പലരും പല വഴികളും നോക്കും. പക്ഷെ അവളെയും അവളുടെ കുഞ്ഞിനെയും ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും സ്വന്തം ആളുകളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയിട്ടും ചതിയൻ എന്ന പേര് ചുമക്കാൻ കാണിച്ച നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാ മോനെ യഥാർത്ഥ സ്നേഹം. ഈ പപ്പയ്ക്ക് നിന്നോട് ഒരുപാട് ബഹുമാനം തോന്നുവാടാ. പപ്പ അവൻ്റെ തലയിൽ തലോടി ഉറപ്പിച്ചു പറഞ്ഞു. പപ്പയുടെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുമ്പോൾ ചാർലിയുടെ മനസ്സിലെ ഭാരം ഒരല്പം കുറഞ്ഞതുപോലെ തോന്നി. എങ്കിലും ഷീതു തന്നോട് ഇനി എങ്ങനെയാകും പെരുമാറുന്നെന്നുള്ളത് എൻ്റെ ഉള്ളിലിരുന്ന് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പപ്പ. ചാർലി പതുക്കെ പപ്പയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു. ഞാൻ എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും? അവളെന്നെ ഒരു ചതിയനായിട്ടല്ലേ കാണുന്നത്? എൻ്റെ സ്നേഹമെല്ലാം കള്ളമാണെന്ന് അവൾ ഉറപ്പിച്ചു കാണും. ഇത്രയും നാളും അവളെയും കുഞ്ഞിനെയും ഞാൻ എൻ്റെ ഈ കൈവെള്ളയെ കൊണ്ടു നടന്നിട്ട് അവൾ എന്നെ വെറുക്കുന്നത് കാണുമ്പോൾ, അവളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക്... അവൻ ബാക്കി പറയാതെ നിർത്തി. വിഷമിക്കണ്ടടാ, പപ്പ അവൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ അവൾക്ക് അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നീ അവളോട് കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും സത്യമാണെങ്കിൽ അത് അവളുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. ഇപ്പോൾ റയാനും ക്രിസ്റ്റിയും അവളോട് സംസാരിക്കുന്നുണ്ട്. ഇസ് നിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതോടെ ആദത്തിൻ്റെ മേലുള്ള അവളുടെ പേടി പൂർണ്ണമായിട്ട് മാറി. ആ ഒരു വലിയ ആശ്വാസം അവൾക്കിപ്പോൾ ഉണ്ട്. പപ്പ അവനെ സമാധാനിപ്പിച്ചു. നീ ചെയ്തത് വലിയൊരു ത്യാഗവാ.
സത്യം എന്തെങ്കിലും പുറത്തു വരുമ്പോൾ അവൾ നിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. നീ ഇപ്പൊ വാ. മമ്മിയുടെ ദേഷ്യം ഞാൻ മാറ്റിക്കോളാം. നീ ഇങ്ങനെ മാറി നിന്നാൽ മറ്റുള്ളവർക്ക് കൂടുതൽ സംശയമാകും. അയാൾ അവനെ നോക്കി പറഞ്ഞു. വേണ്ട പപ്പ, ഇതാരും തന്നെ അറിയാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ആരും. ഇസു എൻ്റെ മകളാ. ഇനി അങ്ങനെ മതി. ഷീതു പോലും സത്യം അറിയരുത്. നമ്മളിൽ തുടങ്ങി നമ്മളിൽ അവസാനിക്കണം ഈ കാര്യം. പപ്പ എനിക്ക് വാക്ക് തരണം, ഇതാരോടും പറയരുതെന്ന്. എൻ്റെ ഷീതു, അവൾ അവൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ പപ്പ. ടെൻഷൻ ഇല്ലാതെ കഴിഞ്ഞോട്ടെ. അവന്റെ ശബ്ദം ഇടറിയെങ്കിലും അതിൽ ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. നീ എന്താടാ ഈ പറയുന്നത്? അപ്പാ ഞെട്ടലോടെ തന്റെ മകനെ നോക്കി. അവൾ നിന്നെ ഒരു ചതിയനായി കണ്ട് അകറ്റി നിർത്തുമ്പോഴും നീ സത്യം മറച്ചു വെക്കണമെന്ന് പറയുകയാണോ? നിന്റെ നിരപരാധിത്വം അവൾ അറിയണ്ടേ ചാർലി? അയാൾ തിരികെ ചോദിച്ചു. വേണ്ട പപ്പ, വേണ്ട. പപ്പ എനിക്ക് വാക്ക് തരണം, ഇതാരോടും പറയില്ലെന്ന്. ചാർലി പപ്പയുടെ മുന്നിൽ കൈകൾ കൂപ്പി. മകന്റെ ആ വാക്കുകൾ കേട്ടതും പപ്പയുടെ നെഞ്ചു പിടഞ്ഞു. സ്വന്തം പ്രാണനായ പെണ്ണിന്റെ സമാധാനത്തിന് വേണ്ടി അവളാൽ വെറുക്കപ്പെട്ട് ജീവിക്കാൻ പോലും തയ്യാറായ മകന്റെ സ്നേഹത്തിന് മുൻപിൽ ആ അപ്പൻ തോറ്റുപോകുകയായിരുന്നു. മോനെ ചാർലി. പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ ചാർലിയുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു പെണ്ണിനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കാൻ പലർക്കും കഴിഞ്ഞേക്കും. പക്ഷെ സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും സ്നേഹവും ബലി നൽകി അവളുടെ സമാധാനത്തിന് വേണ്ടി മാത്രം ഒരു ചതിയന്റെ വേഷം കെട്ടാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലടാ. നീ ചോദിച്ച വാക്ക് ഈ പപ്പ തരുക. ഈ സത്യം നമ്മൾ രണ്ടുപേരിൽ ഒതുങ്ങും. ഇസു എന്റെ മകന്റെ കുഞ്ഞ് തന്നെയാ. ഈ പുലിക്കളത്തിൽ തറവാട്ടിലെ ചോര തന്നെയാണ്. അയാൾ അവന് വാക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. വാ, നീ വന്നേ. ധൈര്യമായിട്ടിരിക്കെ. ഈ പപ്പ നിന്റെ കൂടെ ഉണ്ട്. അത്രയും പറഞ്ഞ് പപ്പ ചാർലിയെ കൂട്ടി നടന്നു. അതേസമയം ചാർലിയുടെ മുറിയിൽ ക്രിസ്റ്റിയും റയാനും ഷീതുവിന്റെ അരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ചാർലി ചെയ്തത് തെറ്റാണെന്ന് ബുദ്ധി പറയുമ്പോഴും ആ തെറ്റ് കാരണം തൻ്റെ തലയിൽ നിന്നും ആദമെന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് അവൾ തിരിച്ചറിഞ്ഞു. കുഞ്ഞിന് ഇനി ആരും തന്നെ അവകാശം പറഞ്ഞു വരില്ലെന്ന സത്യം അവളെ ആശ്വാസപ്പെടുത്തി. റയാൻ, ഷീതു പതുക്കെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. എനിക്ക് എനിക്ക് ഇച്ചായനെ പൂർണ്ണമായിട്ട് വെറുക്കാൻ പറ്റുന്നില്ലടാ. എൻ്റെ ഇസുവിൻ്റെ മേൽ ഇനി ആരും അവകാശം പറഞ്ഞു വരില്ല എന്ന് കേട്ടപ്പോൾ ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷേ ഇച്ചായൻ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചുള്ളൂ എന്ന് ഓർക്കുമ്പോഴാ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളടി. നീ ഇങ്ങനെ വിഷമിക്കാതെ. ക്രിസ്റ്റി അവളുടെ കൈകളിൽ പിടിച്ചു. ചേട്ടായിക്ക് ചേട്ടത്തി അത്രയ്ക്ക് ജീവനായിരുന്നു. ഒരു പക്ഷെ ആ സത്യം പറഞ്ഞാൽ ചേട്ടത്തിയെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചേട്ടായി അത് ഒളിച്ചു വെച്ചത്. റയാൻ അവളെ നോക്കി പറഞ്ഞു. വാതിലിൽ പതുക്കെ ഒരു നിഴൽ കണ്ടതും മൂവരും തിരിഞ്ഞു നോക്കി. പപ്പയുടെ കൂടെ തല താഴ്ത്തി നിറഞ്ഞ കണ്ണുകളോടെ ചാർലി മുറിക്കുള്ളിലേക്ക് നടന്നു വരികയായിരുന്നു. ഷീതുവിന്റെ കണ്ണുകൾ ചാർലിയുടെ മുഖത്ത് തറഞ്ഞു നിന്നു. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഒട്ടനവധി ചോദ്യങ്ങളും നിസ്സഹായതയുമായിരുന്നു ഉണ്ടായിരുന്നത്. ചാർലിയും പപ്പയും മുറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ റയാനും ക്രിസ്റ്റിയും കട്ടിലിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. അവളുടെ മനസ്സിൽ ഇപ്പോഴും വലിയൊരു കൊടുങ്കാറ്റ് അടങ്ങിയിട്ടില്ലെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. പപ്പ, ഞങ്ങൾ അവളോട് സംസാരിച്ചു. ക്രിസ്റ്റി പപ്പയുടെ അരികിലേക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു. ചേട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു കേട്ടതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. റയാനും അയാളോട് പറഞ്ഞു. ശരിയാകും. പപ്പ ചാർലി ഒന്ന് നോക്കിയിട്ട് അവന്മാരോട് തിരികെ മറുപടി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇനി താഴേക്ക് പോയിക്കോ. മമ്മി അവിടെ ഒറ്റയ്ക്കാ. മമ്മി ഒന്ന് സമാധാനിപ്പിക്ക്. അയാൾ പറഞ്ഞതും അവർ തലയാട്ടി. ശരി പപ്പ. റയാൻ ഷീതുവിനെ ഒന്നും കൂടി നോക്കി. ചേട്ടത്തി, ഞങ്ങൾ താഴെയുണ്ട് കേട്ടോ. നിങ്ങൾ കിടക്കാൻ നോക്ക്, റയാൻ അവളെ നോക്കി പറഞ്ഞു. ശേഷം അനിയന്മാർ രണ്ടുപേരും ചാർലിയുടെ തോളിൽ പതുക്കെ ഒന്ന് തട്ടി അവനെയും ആശ്വസിപ്പിച്ച ശേഷം മുറിക്ക് പുറത്തേക്ക് നടന്നു. അവർ പോയതും പപ്പ പതുക്കെ ഷീതുവിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവളുടെ തലയിൽ കൈവച്ചു. മോളെ. ഷീതു, പപ്പ ആർദ്രമായി വിളിച്ചു. പപ്പയുടെ ശബ്ദം കേട്ട് ഷീതുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചാർലി ചെയ്തത് തെറ്റാണ്. അതിനവനെ ന്യായീകരിക്കാൻ ഈ പപ്പ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം. നീ ഇവിടെ വന്ന നാള് മുതൽ അവൻ നിന്നെ എങ്ങനെയാ നോക്കിയത്? സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ചല്ലേ കൂടെ നിർത്തിയത്? നിന്റെ വയറ്റിൽ വളർന്നത് അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ അറിയാമായിരുന്നത് കൊണ്ടാ ആദത്തിന്റെ ഭീഷണിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അവൻ അന്ന് അത്രയും കഷ്ടപ്പെട്ടത്. അവൻ്റെ മനസ്സിൽ നീയും ആ കുഞ്ഞും അല്ലാതെ മറ്റാരുമില്ല മോളെ. അയാൾ അവളെ നോക്കി പറയുന്നത് കേട്ട് അവൾ നോക്കിയത് ചാർലിയുടെ മുഖത്തേക്കാണ്. ചാർലി അപ്പോഴും മുറിയുടെ ഒരു മൂലയിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവനെ നോക്കുന്നത് കണ്ട് അയാളും തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ നിരപരാധിത്വം ഉള്ളിലൊതുക്കി അവൾക്ക് വേണ്ടി ഒരു ചതിയനായി നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ പപ്പയുടെ ഉള്ളം വീണ്ടും വിങ്ങി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്ക്. പഴയതുപോലെ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ പപ്പയ്ക്ക് ഇഷ്ടം. അയാൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ അവനെ നോക്കി കണ്ണുകൾ കൊണ്ടെന്തോ പറഞ്ഞതിന് ശേഷം അയാൾ വാതിലടച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇപ്പോൾ ആ മുറിയിൽ അവർ രണ്ടുപേരും മാത്രമായി. മുറിക്കുള്ളിൽ കനത്ത നിശബ്ദത തളം കെട്ടിക്കിടന്നു.
ചാർലി പതുക്കെ ഷീതുവിൻ്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവൻ്റെ പാദങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എങ്ങനെയാണ് തന്നോട് പ്രതികരിക്കുന്നതെന്ന് അറിയാതെ അവൻ്റെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരുന്നു.